നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിശാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. കാർത്തിക നക്ഷത്രം, അതായത് സൂര്യദശയിൽ ജനിക്കുന്ന കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഈ എപ്പിസോഡിൽ പറയുകയാണ്. ബജ്രംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുമൂലം ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കുമെന്നും വിചാരിക്കുന്നു. ഇനി കാർത്തിക നക്ഷത്രം നേരത്തെ പറഞ്ഞ പോലെ സൂര്യദശയിൽ ജനിക്കുന്ന നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രക്കാരാണ് ഇവർ. സ്വതവേ ശാരീരിക പുഷ്ടിയുള്ളവരും അതുപോലെ വളരെ കാര്യഗൗരവത്തോടെ പ്രവർത്തിക്കുന്നവരും എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരും അതുപോലെ ഭക്ഷണപ്രിയരും സഹായം ചെയ്യുന്നവരും, അതായത് ഉപകാരപ്രദമായിരിക്കുന്നവരും ആൾക്കാർക്ക് സഹായിക്കുന്നവരും ഒക്കെ ആയിരിക്കും. എന്നിരുന്നാലും ഇവർ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ ആ കാര്യം നടന്നു കിട്ടണം എന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ അവർ വിചാരിച്ച കാര്യം നടക്കാതെ വന്നാൽ അവർ പെട്ടെന്ന് അതിൽ അപ്സെറ്റാകുകയും അവർക്ക് വിഷമിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർ പൊതുവെ സംഭാഷണപ്രിയരും അവർ മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചിലവർ വളരെ കുറച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് സ്വതവേ സഹോദരങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. അതുപോലെ തന്നെ ഇവർക്ക് തലവേദന, ഉദര സംബന്ധമായ അസുഖങ്ങൾ, വയറ് സംബന്ധമായ അസുഖങ്ങൾ, ജോയിൻറ്റ് പെയിൻ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഉന്നത പദവി അലങ്കരിക്കാനും അതുപോലെ ജോലിയിൽ നല്ല ഒരു ആത്മവിശ്വാസവും ധൈര്യത്തോടും കൂടി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഇവർ സ്വതവേ ഈശ്വരവിശ്വാസമുള്ളവരാണെങ്കിലും അന്ധവിശ്വാസമില്ലാത്ത ആൾക്കാരാണ്. അവർ പരിമിതമായ ഈശ്വര ആരാധനാ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും ആരോഗ്യം പരിപൂർണമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുമായിട്ട് ഭവിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. ഇവരുടെ കുടുംബജീവിതവും ഒരുമാതിരി നന്നായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ കുടുംബജീവിതം വളരെ ക്ലേശകരമായിരിക്കുന്ന അവസ്ഥയുമുണ്ട്. അത് ജാതകത്തിൽ അവരവരുടെ ഗ്രഹങ്ങൾ നിൽക്കുന്നതിന് ആസ്പദമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നന്ദി, നമസ്കാരം.